നാളെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യത്തെ ബജറ്റ് അവതരണമാണ്. ഇതിൽ പ്രധാനമായിട്ടും ചോദ്യം വരുന്നത് ശേഷിക്കുന്ന ബാക്കി വരുന്ന മിച്ചം ഉണ്ടല്ലോ, 20,000 കോടിയാണ്. ഈ 20,000 കോടി എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുന്നത്. കാരണം ഒരുപാട് ഫ്രീബീസ്, ഒരുപാട് സൗജന്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൗജന്യങ്ങളൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഖജനാവിൽ ഈ പൂച്ച വെറ്റ് കിടക്കുകയല്ല എന്നുള്ളതായിരിക്കണമല്ലോ വരേണ്ടത്. പക്ഷെ ധവളപത്രമൊക്കെ ഇറക്കി പൂച്ച തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ എന്തായിരിക്കും കേരളത്തിന് വി ഡി സതീശൻ സർക്കാർ നൽകാൻ പോകുന്നത്? നാളെ നല്ലൊരു ദിവസം ആയിരിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ധാരാളം കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം കേരളത്തിന്റെ ഖജനാവിനില്ല. ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള പോലത്തെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൃദ്ധരായവർക്കുള്ള പരിചരണം പറഞ്ഞിട്ടുണ്ട്. ആഹ് അതായത് യുവതി യുവാക്കൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാനായിട്ട് 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണ് കേട്ടോ. ആ, അത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ആവും. ഉം, അതൊരു ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞ് ചെന്നിട്ട് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതെ അതെ. കൊളാറ്ററൽ സെക്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ മുദ്രാ ലോണിന് കൊളാറ്ററൽ സെക്യൂരിറ്റിയോട് കൂടിയാണ്. കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് പക്ഷെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ബാങ്കിന്റെ റേറ്റ് അനുസരിച്ച് ഉം, 9% മുതൽ മുകളിലേക്ക് തുക അനുസരിച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. ഉം, അങ്ങനെയുള്ളതിൽ പോലും പലരും നോൺ പെർഫോമിംഗ് അസറ്റ് ആയി മാറുന്നുണ്ട്. ഉം. ഇത് എടുത്തതിന് ശേഷം കൊടുക്കാണ്ടിരിക്കുന്ന ധാരാളം കേസുകൾ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പറയുന്നുണ്ട് 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് സൗജന്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യാണോ? അതെ. 5 ലക്ഷം രൂപ എന്താണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരതിന് 40% കേരള സർക്കാർ കൊടുക്കുന്ന തുക പോലും കൊടുക്കാനില്ലാത്ത ഒരു സർക്കാരാണ് 25 ലക്ഷം രൂപ മുഴുവനും കേരള സർക്കാർ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് എളുപ്പമല്ലേ? പറയുന്നത് ഒരു കാര്യം, ചെയ്യുന്നത് ഒരു കാര്യം, നടപ്പാക്കുന്നത് വേറൊരു കാര്യം. അതെ അതെ. അതുപോലെ എല്ലാ പെൺകുട്ടികൾക്കും 1000 1000 രൂപ. രൂപ. എത്ര കുട്ടികൾ നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്നു. അവർക്ക് എല്ലാവർക്കും 1000 രൂപ പെർ മന്ത് ആണ്. ഒരു കൊല്ലം 12,000 രൂപ കൊടുക്കണോ? ഇത് ചില്ലറ കാര്യാണോ? അതിന് പുറകെയാണ് KSRTCക്ക് 800 കോടി രൂപ കോടി ഒരു രൂപ. വർഷം വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആശാ വർക്കർമാർക്ക് 3000 രൂപ വീതം കൂട്ടി. ഇന്ന് ഞാൻ കേട്ടൊരു കാര്യം എന്താന്ന് ഉം. വെച്ചാല് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കാന്ന് പറഞ്ഞ് 2-3 വർഷത്തിനുള്ളിൽ, അതായത് അടുത്ത ഇലക്ഷനോടനുബന്ധിച്ച് അത് നടപ്പിലാക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആക്കിയത്. അതെ. അങ്ങനെയാണ് കേട്ടത്. ഇപ്പൊ നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഉമ്മൻചാണ്ടിയുടെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ധനവകുപ്പും കൂടെ കയ്യിൽ ഏറ്റെടുക്കുന്നത്. വയ്ക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി നടത്തുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. ഉം. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കടക്കെണിയിൽ കുടുങ്ങിക്കിടക്കാണ്. കിഫ്ബി എന്താണ്? അവിടെ എത്ര പേരാണ് കുട്ടി ജോലി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ജോലി ചെയ്യുന്നത്? CPM-ന് കാശുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രോജക്ട്സും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കിഫ്ബി പണിതിരിക്കുന്ന എത്രയോ കെട്ടിടങ്ങൾ നിലം പൊത്തുന്നു. എത്രയോ കെട്ടിടങ്ങൾ ലീക്ക് അടിച്ചിരിക്കുന്നു. ഇവർക്ക് എന്താണ് ഒരു സബ്സിഡി കമ്പനി എന്ന് പറയുമ്പോൾ CPM-ന്റെ സബ്സിഡി കമ്പനി ആയിരുന്നു. ഇവർക്ക് ഇലക്ഷനും ബാക്കി കാര്യങ്ങൾക്കും ഇപ്പൊ നമ്മളുടെ പിണറായി സഖാവിന്റെ മകളുടെ കാര്യം പറഞ്ഞ പോലെ നോൺ എക്സിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ഇവർക്ക് കിട്ടും. അത് പല കാര്യങ്ങളിലും ഇപ്പോഴാണ് നമ്മൾ പുറത്തറിയുന്നത്. ടെൻഡറിങ് നോംസ് പോലും ഇവർക്ക് കിട്ടാൻ സഹായകമായ രീതിയിൽ വെക്കും. ഇനി ആരെങ്കിലും ആ ടെൻഡർ കുറച്ചെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരെ മാറ്റി ഒഴിവാക്കി നിർത്തും. നിർത്തിയിട്ട് ഇവർക്ക് കിട്ടാൻ പറ്റുന്ന പോലെ അതിനെ റീസ്ട്രക്ചർ ചെയ്യുന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ കേരളത്തില് ഒന്നുമില്ല. 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങി. അതിന്റെ പേപ്പർ വർക്കിന്റെ കാര്യമോ? നമ്മളുടെ രാജീവ് അല്ലേ മന്ത്രിയായിരുന്നു, തൊഴിൽ മന്ത്രി കഴിഞ്ഞ അതെ സർക്കാരില്. അതെ. അദ്ദേഹം പറഞ്ഞു ഇവിടെ എത്രയോ 3 ലക്ഷം പേര് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ഞാൻ ഒത്തിരുന്ന് അന്വേഷിച്ചു. നമുക്ക് ഒരു വണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എന്ത് ഈസിന്റെ കുട്ടി. ആന്തൂർ സാജനെ കൊന്ന് തൂക്കിയിട്ട് ശ്യാമള മാഡം ഇല്ലേ കിടക്കുന്നത്? നമ്മുടെ എന്താണ് ഡ്രിൽ മാസ്റ്ററുടെ ഭാര്യ, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എവിടെയോ പോയി കിടന്ന് രക്തം വേർപ്പാക്കി കാശ് കൊണ്ടുവന്ന കുറെ പേർക്കും കൂടെ ജോലി ആവട്ടെ. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമുക്ക് മാത്രമല്ല കുറെ പേർക്കും കൂടെ ഉം. അതിലൊരു എന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് നടത്താൻ കഴിവുണ്ടാവില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്കും കൂടെ ഒരു തൊഴിലാവട്ടെ, എന്തെങ്കിലും ഇൻകം ആവട്ടെ എന്ന് വിചാരിച്ചാ ചെയ്യുന്നേ. അങ്ങേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചിട്ട് എന്താണ് ഇവര് നേടിയത്? വാട്ട് ഈസ് ദ ഈസ് ഓഫ് ബിസിനസ് ഇൻ കേരള? നമ്മളുടെ എന്താണ് സാബു ജേക്കബ് 2020 അദ്ദേഹം ഇവിടുന്ന് കൂടും കുടുക്കിയായിട്ട് പോയോ? പോയി. അവിടുന്ന് പ്ലെയിൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
ആന്ധ്ര ഗവൺമെന്റ് അവിടെ വന്ന് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. 22 തവണയാണ് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഓഫീസെല്ലാം റെയ്ഡ് നടത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാൾ ഇവിടെ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പൊ നമ്മുടെ ഏലൂരായിരുന്നു ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതെ എന്ന് പറയാം. അതൊക്കെ തന്നെ രാജഭരണകാലത്ത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പൊ അവിടെ ശ്മശാനം പോലെ കിടക്കുന്ന ആ FACTയുടെ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കൂ. കാട് പിടിച്ച് കിടക്കുക. എന്റെ അച്ഛൻ അവിടുത്തെ ഒരു തൊഴിലാളി നേതാവായിരുന്നു. അപ്പൊ ഞങ്ങളിടയ്ക്ക് ഞങ്ങളെ അച്ഛന്റെ ഈ ഗേറ്റ് സമരം രാവിലെ 8 മണിക്കൊക്കെ ഇവര് കയറുന്നതിന് മുമ്പ്, തൊഴിലാളികൾ കയറുന്നതിന് മുമ്പ് ഗേറ്റിന്റെ അവിടെ നിന്ന് വലിയ ബൈക്ക് കൂടെ ഇതൊക്കെ അതൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്ന ഓർമ്മയുണ്ട്. എന്തായിരുന്നു അവിടുത്തെ എന്താണ് ജനങ്ങളുടെ ജീവിത നിലവാരവും അവിടുത്തെ ആൾക്കൂട്ടവും. ഇപ്പൊ ഒന്നുമില്ല. ഒരു പ്രീമിയർ ടയേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ അപ്പോളോ ഓ ടയേഴ്സാ. അവിടുത്തെ എന്താണ് ഫുട്ബോൾ ടീമൊക്കെ നമ്മുടെ ജാഫ്രിക്കൊക്കെ അതിലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഓരോ പബ്ലിക് സെക്ടർ കമ്പനികളും നന്നായിട്ട് സ്പോർട്സിലും കലാസാഹിത്യ രംഗത്തും കഥകളിയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിന്ന നല്ലൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ CATU CPM വന്നിട്ട് മുതലാളിമാരെല്ലാം ഭൂഷകള്. പിന്നെ ആര് ജോലി കൊടുക്കും? എല്ലാവർക്കും ഗവൺമെന്റ് ജോലി വേണം. എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട. ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് വേണം ഒരാഴ്ച ലീവ് എടുത്ത് ഉറങ്ങാനെന്ന്. അല്ലേ? അതെ ഓർമ്മയില്ലേ? അതെ അതുപോലെയാണ് ഗവൺമെന്റ് ജോലി കിട്ടുക. എന്തിനാണ് ഇത്രയധികം ഗവൺമെന്റ് ജോലികൾ എന്ന് പോലും അറിയുന്നില്ല. നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ 95% ഇത് കൊടുക്കാൻ വേണ്ടി മാത്രം, പെൻഷനും അതുപോലെ മറ്റു ആനുകൂല്യങ്ങളും അവരുടെ സാലറിയും ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ സാലറിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഉം. വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. നാളെ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ എന്തൊക്കെ ശ്രീ സതീശൻ തരികിട വേലകൾ കാണിച്ചാലും അതിലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ GST ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും, GST കളക്ഷൻ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. വളരെ നല്ല കാര്യം, അതെ വളരെ നല്ല കാര്യം. പക്ഷെ ആ GSTയുടെ പേരും പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാരുടെ, പാവപ്പെട്ട ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ പാവപ്പെട്ട വ്യവസായികളുടെ മേത്തേക്ക് ചാടിക്കയറാനായിട്ട് ചെല്ലരുത്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പലരും നമ്മളത് പറയാറുണ്ട്. അത് ശരിയല്ലോ, ഒരു ബില്ലൊക്കെ ചിലപ്പോ മനുഷ്യരല്ലേ, എന്തെങ്കിലും അതും പറഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ തീർക്കും. എന്നിട്ട് ഇങ്ങനെയാ, അതെ തായോ 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 എനിക്കിതാ. എന്നാല് ഈ ഞാൻ ചെറുകിട ഉം, ഷോപ്പുകള് ഉം, ഇങ്ങനെയുള്ളവരുടെ മേലിലാണ് ഇവര് കൂടുതൽ സമ്മർദ്ദം സാധാരണ ചെലുത്തുക. ഉം. എന്നാൽ ഇത് അതെ, കൊടുക്കേണ്ടുന്ന വലിയ ആൾക്കാര് വലിയ ആൾക്കാരുടെ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. എന്താ, വലിയ ഉം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്മർദ്ദം, ചെറിയ ആൾക്കാരുടെ വലിയ ചെറിയ തുകയുടെ സമ്മർദ്ദം. ഇന്നലെ നമ്മൾ വായിച്ചില്ല, ഒരു DSP ഒന്ന് തൃശ്ശൂര്, റാങ്ക് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല, 5000 രൂപ കൈക്കൂലി മേടിച്ചപ്പോ അറസ്റ്റിലായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അദ്ദേഹത്തിന്റെ ബുക്ക് പുറത്തു വന്നാൽ നമുക്ക് കാണാം മാസപ്പടി കേസിൽ ഓരോരുത്തർക്കും എത്ര കൊടുത്തിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയല്ലേ. 5000 രൂപ മേടിച്ച പോലീസ് ഓഫീസറിന് അപ്പൊ തന്നെ സസ്പെൻഷൻ. ഉം. ഇവര് മേടിക്കുന്ന പൈസക്ക് എന്തെന്നാ കൊടുക്കുന്നത്? പിന്നെ സസ്പെൻഷൻ ഇല്ലല്ലോ. രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ലല്ലോ. ഇത് അജീവനാന്തര കാലം അവരവിടെ ഇരിക്കുവല്ലേ. ഇതിപ്പോ എങ്ങനെ വന്നാലും ഉം, VD സതീശന് ഉം. ഒരു പോംവഴി കണ്ടെത്താതിരിക്കാനും പറ്റില്ല. സത്യത്തിൽ VD സതീശൻ ധനവകുപ്പ് കയ്യിൽ വെച്ച് പെട്ടുപോയിട്ടുണ്ടാവും. ഈ പെട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ എടുത്തായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മള് മുഖ്യമന്ത്രിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. ഞാൻ ഈ ഇടയ്ക്ക് ശ്രീ സുരേഷ് കുമാർ, ഹു വാസ് ദ PA ടു അച്യുതാനന്ദൻ, ഉം. നമ്മളുടെ മുഖ്യമന്ത്രി ഓ ആയിരുന്നപ്പോ അത് വായിക്കുമ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളുടെ ബാലഗോപാലും വേറൊരു ഓ അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട്, എല്ലാ ഫയലുകളും മാറ്റും. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് എടുത്തിട്ട് പിണറായി സഖാവ്, അന്ന് പാർട്ടി സെക്രട്ടറി ആണല്ലോ, ഉം. അദ്ദേഹത്തിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ സതീശൻ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ തന്നെ ഇതിൽ ഇരുന്നാലേ കാര്യങ്ങൾ കൃത്യമായിട്ടും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും PD സതീശൻ എടുത്തിട്ടുണ്ടാവും. ദെൻ ഹീസ് എ അഡ്വക്കേറ്റ് ഓൾസോ, ഉം. ക്വാളിഫൈഡ് ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. പക്ഷേ ഈ കേരളം പെട്ടുകിടക്കുന്ന കടക്കണിയിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു മാന്ത്രിക വടിയെടുത്ത് വീശി കേരളത്തിനെ അതെ കടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു കുറേ എഫേർട്ട് നമ്മളുടെ ഭാഗത്തുനിന്നും വേണം. അതോടൊപ്പം തന്നെ ഈ കേരളം ഇത്രയും വലിയ എക്കോണമി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സഹോദരി സഹോദരന്മാര് പുറം രാജ്യത്ത് പോയി വെയിലത്ത് കിടന്നിട്ട് കുട്ടി ആ ദുബായിലൊക്കെ പോയി നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. AC കാറിന്ന് ഓടി ഓഫീസിലേക്ക് കയറുമ്പോ തന്നെ ഇങ്ങനെ നമ്മൾ വെട്ടി വേർക്കും.
അങ്ങനത്തെ ചൂടിൽ കിടന്ന് മണലാരണ്യത്തിൽ കിടന്ന് ആടുജീവിതമൊക്കെ ഓർമ്മയില്ലേ? ഉം. കിടന്ന് ബുദ്ധിമുട്ടി അയക്കുന്ന കാശിലാണ് ഇവിടെ ഈ സമ്പദ് വ്യവസ്ഥ ഉണ്ടായത്. അല്ലാണ്ട് CPM-കാര് പറയുന്ന പോലെ, കോൺഗ്രസ്സുകാര് പറഞ്ഞ പോലെ കേരളത്തിനെ നോക്കൂ, കേരളത്തിനെ നോക്കൂ, അങ്ങനെയല്ല. ഇപ്പോഴാണെങ്കിലും നമ്മുടെ നഴ്സ് കുട്ടികള് എവിടെയൊക്കെ പോയി കിടന്ന്, ഈവൻ വീടുകളില് ഹോം നഴ്സുമാരായിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കാശ് അയക്കുന്നത്. ഇസ്രയേലിൽ വരെ ഈ ബോംബ് ബ്ലാസ്റ്റിന്റെ ഇടയിൽ കിടന്ന് നമ്മുടെ കുട്ടികള് അതെ. ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കേരളത്തിന്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഇവിടെ ഒരു വ്യവസായം ഉണ്ടായിട്ടില്ല. ഇവിടെ ഗവൺമെന്റ് വ്യവസായമില്ല, പൊതുമേഖലാ വ്യവസായങ്ങളൊന്നും നന്നായി പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല. ഒരു കാര്യം കൂടെ പറയട്ടെ, കേന്ദ്ര സർക്കാരിന്റെ മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടായിരുന്നു. ജെം പോർട്ടൽ കൊണ്ട് നമുക്കത് ഫോറിനിലേക്ക് കയറ്റിയേക്കാം. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഓരോ വീടും ഒരു ബിസിനസ് സെന്റർ ആക്കും. നമുക്ക് മുദ്രാ ലോണിന് പോയി ചെയ്താൽ അവരൊന്നും ചോദിക്കില്ല. എവിടെ എന്റേത് ഈ പൗട്ടിക്കോ ആണ് എന്റെ ബിസിനസ് സെന്റർ, അല്ലെങ്കിൽ ഈ റൂമാണ് എന്റെ ബിസിനസ് സെന്റർ. ഓക്കെ, ഓരോ വീടും ഓരോ ബിസിനസ് സെന്റർ ആകൂ, ഓരോരുത്തരും ഓരോ ബിസിനസ് ഓണർ ആകൂ. നിങ്ങളോട് ചേർത്ത് 5-10 പേർക്ക് ജോലി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ മുദ്രാ ലോൺ കൊടുക്കുക. മാത്രമല്ല, എങ്ങനെ നമുക്ക് മാർക്കറ്റ് കണ്ടെടുത്താൻ പറ്റും? അതിനാണ് ജെം പോർട്ടൽ ഉള്ളത്. ആ ജെം പോർട്ടൽ കയറി രജിസ്റ്റർ ചെയ്ത ഫോറിൻ കറൻസിയിലല്ലേ നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പൊ നമുക്കും ഇൻകമായി, ഫോറിൻ കറൻസിയിൽ ഇന്ത്യക്ക് ഇൻകമായി. എങ്ങനെയാണ് ചൈന ഇത്രയും വലിയ എക്കോണമി ആയത്? ഞാൻ പുറത്ത് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചും എന്റെ മോൻ കൊച്ചായി പറയും, അമ്മ യു ആർ ലൈയിങ്, അമ്മ യു ആർ ഓൺലി ഗോയിങ് ടു ചൈന. ഞാൻ അല്ല മോനെ, അമ്മ ഇപ്പൊ അവിടെ പോയി അല്ല, അമ്മ കൊണ്ടുവരുന്ന എല്ലാത്തിലും മെയ്ഡ് ഇൻ ചൈന എന്നാണല്ലോ. അതെ. ഏത് രാജ്യത്ത് പോയാലും അവിടെയുള്ള കൗതുക വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ മെയ്ഡ് ഇൻ ചൈന എന്നാണ്. ചൈനയായിരിക്കും. അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. 100-ൽ പരം രാജ്യങ്ങൾ നമ്മുടെ യുദ്ധ സന്നാഹങ്ങൾ മേടിക്കുന്നു ഇന്ത്യയിൽ നിന്ന്. അതെ. എവിടെ നിന്ന് എവിടെ എത്തി? അതിന് ആർജവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വേണം. അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് VD സതീശൻ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഉണ്ടാകും. കാരണം നമ്മൾ കേരളം സൂപ്പറാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അതെ. പക്ഷെ ആർജവമുള്ള ഒരു സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് പൈസ മേടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ പൈസ തന്നെയാണ് കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കുന്നതും. അവർ നമ്മളുടെ ആവശ്യത്തിന് തരുമ്പോൾ അതിന് ഉള്ള കണക്ക് കണക്കുകൾ വെക്കണം. കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കേരളം, തമിഴ്നാടും വെസ്റ്റ് ബംഗാളും, ഉം. ഇപ്പൊ വെസ്റ്റ് ബംഗാളും മാറി. തമിഴ്നാടും പതുക്കെ പതുക്കെ ഞങ്ങളുമുണ്ട്. ഓഫ് കോഴ്സ് ബംഗാള് BJP തന്നെയാണ് ഭരിക്കുന്നത്. തമിഴ്നാടും കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ കേരളം ഇപ്പോഴും വാശി പിടിച്ച് ഞങ്ങൾ എന്തോ ഒരു രാജ്യമാണെന്നുള്ള മട്ടിലാണ് ഇത്രയും അതെ. നാളും CPM പെരുമാറിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇസ്രയേലിൽ അങ്ങനെ വരും, ഇങ്ങനെ വരും. ഇത് രാജ്യം പോലെ പെരുമാറണം. നമ്മൾ കൊച്ചു 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 ഒരു സംസ്ഥാനമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ കേന്ദ്രത്തിനോടൊപ്പം കൈചേർന്ന് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാകും.